ചാനൽ. അപ്പോൾ എന്നെ വന്നിട്ടുള്ള സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടാണ്. നമ്മൾ ഫ്ലവറൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. അപ്പം നമുക്ക് അതിന് ബലൂൺ വേണം. ബലൂൺ ഞാനൊന്ന് വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പർ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ പീസാക്കിയിട്ട് കുറച്ച് അധികം തന്നെ വേണം. ഞാൻ ഇപ്പോൾ കുറച്ച് അധികം തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി തികഞ്ഞില്ലെങ്കിൽ പിന്നെയും വെട്ടിയിട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പീസാക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ബലൂണിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വാട്ടറും ഗമ്മും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ പേപ്പേഴ്സ് ഈ ഗമ്മും ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടിയും ഞാൻ വിചാരിച്ചത് സക്സസ് ആവില്ല എന്ന്, പക്ഷെ ആയി. ഞാൻ മുമ്പ് ചെറുതാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടി പോയിട്ടുണ്ട്, ബലൂൺ ചുങ്ങിയിട്ട്. പക്ഷെ ഇത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വന്നു. അപ്പോൾ എല്ലാവരും എന്താണ് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി ചെയ്യണം. അങ്ങനെ പിന്നെയും വെക്കണം. നമ്മൾ കൂടുതൽ കോട്ട് കൊടുക്കുക, എന്നാലേ അതിന് കട്ടി വരുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ പേപ്പറും ഇങ്ങനെ ആദ്യം ഒരു ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക, ഒരു കോട്ട് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ കൂടെ വേറൊരു കോട്ട് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 2-3 കോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒരു കോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ തീരെ ഉറപ്പുണ്ടാവില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നല്ലോണം ഉണക്കാൻ വെക്കണം. അപ്പോൾ എന്നാലാണ് വെയിലത്ത് വെച്ചിട്ട് നല്ല ഉണക്കിയെടുത്തിട്ടുണ്ട്. അത് മൊത്തം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് മൊത്തമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത് വെയിലത്ത് ഞാൻ ഒരു ദിവസം മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്കാൻ. അപ്പോൾ ഇത് നല്ല കൊട്ടുമ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉള്ളത്തെ ബലൂണൊന്നും നമുക്ക് റിമൂവ് ചെയ്യണം. ഞാൻ സൂചിപ്പിന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് ഒന്ന് പൊട്ടിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇത് ബലൂൺ ചുങ്ങുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഈ പേപ്പർ ഒട്ടിച്ചൊക്കെ ചുങ്ങിപ്പോകുന്നു. പക്ഷെ അങ്ങനെ ആയില്ല. ഞാൻ വിചാരിച്ചത് എന്താ കിട്ടാത്തതെന്ന് നോക്കുമ്പോണ്ട് ഇത് ചുങ്ങിയിട്ട് അവിടെ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്. എടുത്തപ്പോൾ കറക്റ്റായിട്ട് ബോൾ ഷേപ്പിൽ തന്നെ വന്ന് നല്ല കട്ടിയുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാം ഉള്ളിൽ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ വെക്കാനാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇത് നല്ലോണം ഉറപ്പുണ്ട്. ഞാൻ കുറേ പേപ്പേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, കുറേ കോഡ്സുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കുറേ കോട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പേപ്പേഴ്സ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് വൈറ്റൊക്കെ ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാൻ ബ്ലാക്കാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതൊന്ന് മൊത്തം ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾക്ക് ഇങ്ങനെ വെറുതെ ബ്ലാക്ക് അടിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ കളറായിട്ട് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗി വരാൻ വേണ്ടിയിട്ട് ഞാൻ പേൾ മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് അതിനുമൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് വെച്ചിട്ടല്ല ഷെയ്ഡ് ചെയ്യുന്നത്, ഞാൻ ഫിംഗർ വെച്ചിട്ട് തന്നെ ഒന്ന് അവിടെ ചുളുങ്ങിയിരിക്കുന്ന ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓവറായാലും ഭംഗി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇതൊന്നും എല്ലായിടത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്തെടുക്കണം. ഇനി അപ്പോൾ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും വരുന്നത് വരേക്കും. ടാറ്റാ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ. താങ്ക്സ് ഫോർ